ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാജേഷ് ആൻഡ് ചിന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത് വലിയ സന്തോഷമൊന്നുമില്ല. യാഷിമോന്റെ തേർഡ് വാക്സിനേഷൻ ആണ്. അതായത് 9.5 മാസത്തെ 9 മാസം കഴിഞ്ഞുള്ള വാക്സിനേഷൻ ആണ്. അപ്പോ എന്താവുന്ന അറിയില്ല. മുമ്പ് വലിയ വേദന ഉണ്ടാവും, എന്നാലും കുറച്ച് ചെറുതാകുമ്പോ വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് അറിയാനായതുകൊണ്ട് സമ്മതിക്കുന്നൊന്നും അറിയാൻ വഴില്ല. അല്ല അതല്ല, അല്ലെ അത് കഴിഞ്ഞിട്ടുള്ള ആ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞിട്ടുള്ള അവന്റെ ഒരു പെയിൻ ഒക്കെ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഭയങ്കര ഷോക്കായിരുന്നു. മാത്രല്ല എനിക്ക് ആ വെക്കുന്നതും ടെൻഷൻ ഉണ്ട്, കാരണം ഞാനല്ലേ പിടിക്കേണ്ടത്. അപ്പൊ എന്തായാലും ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഞങ്ങള് എവിടെ പോവാ? മദ്രസയിൽ പോവാ. അപ്പൊ എല്ലാവർക്കും മദ്രസയിൽ വന്നു. അപ്പൊ അവിടെയാണ് ഇവിടെ അതെ. അപ്പൊ അവിടെയാണ് വാക്സിനേഷൻ വെക്കുന്നത്. നല്ല ഉറക്കത്തിലാണ്. ഞങ്ങള് വൈകാണ്ട് 11:30 ആകുമ്പം ഇറങ്ങണം എന്ന് അവര് അവിടെ തുടങ്ങുന്നു പറഞ്ഞത്. അപ്പം 12 മണി കഴിഞ്ഞു. ഞാൻ അതിരാവിലെ എണീറ്റുകൊണ്ട് ലേറ്റ് ആയിട്ടില്ല ഗൈസ്. അപ്പം അത് കാരണം ഇനിയിപ്പോൾ നമ്മൾ റെഡി ആവുന്നു, പോകുന്നു. ഓക്കെ ഗൈസ്, യാഷിമോൻ നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ ഉറക്കം എണീറ്റിട്ട് ഫുള്ള് അവിടെ പോയിട്ട് കരയാനുണ്ടാവും തോന്നുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതേപോലെ ഈ ഉറങ്ങുന്നതിൽ തന്നെ കൊണ്ടുപോയി നല്ല വണ്ടിയിൽ കൊണ്ടുപോകണം. ഞാൻ അവിടെ ചെന്നിട്ടായിരിക്കും അവൻ എണീറ്റ് കരയാൻ തുടങ്ങാം. എണീച്ചേടാ, എന്നിടാ എണീക്കാൻ പറഞ്ഞേ. നിന്റെ ഉപ്പൊക്കെ കൊണ്ടുപോന്നെ, ആ സൂചിയൊക്കെ കൊണ്ടുപോന്നെ. ഗൈസ് യാശു എണീറ്റ് ഇപ്പോളെ. യാശു ചിരിയുന്നുണ്ട് മുഖത്ത്. വണ്ടിയിൽ പോകുന്നു ചോദിച്ചിട്ട് പാവം. അയ്യോ, പുറത്ത് നല്ല മഴയാണ്. ഓ പോവാം. ചാറ്റെല്ലാം പറയുന്ന ഒരു കുട വേണം. എന്തേ കുരുത്തക്കെടോ വണ്ടി കയറി കഴിഞ്ഞാൽ തന്നതാ. അതാ കുഞ്ഞെ നോക്ക്, കുഞ്ഞെ യശു എടാ നോക്കടാ. എന്നെ സൂചിക്കാൻ കൊണ്ടുവന്നടാ. എടാ നോക്കടാ. നമ്മയിൽ നോക്ക്, നമ്മ കേറുന്നുണ്ടായില്ലേ? അത് കൊട, അത് വേറെ കൊട എടുക്കും. ഇല്ലേ ഓട്ടല്ലേ? എന്തിനാ കുഞ്ഞേ ചിരി ചിരി ഇവിടെ സൂചി അവിടെ വെച്ച് താഴേറ്റം വെച്ചാ എന്താ പൊന്നെ നോക്കിയേ. പപ്പ നോക്കിയേ, പാപ്പ ഫോന്. ഏടെ ഫോൻ എന്റെ കുഞ്ഞി? എന്റെ കുഞ്ഞി ഏടെ ഫോനെടാ? യാഷി ഭയങ്കര സന്തോഷത്തിലാണ്. എന്റെ വിചാരം എവിടെയോ പപ്പയമ്മ എവിടെയോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞിക്ക് അറിയില്ലല്ലോ സൂചി വെക്കാൻ പോന്നീന്ന്. അല്ലടാ, ശരിക്കും എന്തിനല്ലേ ഇങ്ങനെ സൂചിയെല്ലാം വെക്കുന്ന കുഞ്ഞോ? അല്ല, അവരെ ഹെൽത്തിന് നല്ലതാണ്, പക്ഷെ വേദനിപ്പിച്ചിട്ടല്ലേ എന്തെങ്കിലും മരുന്നിട്ട് ഞാൻ കുടിക്കാം. ഒരു പൊട്ട ചോദ്യമാണ്, എന്നാലും നമ്മള് ഇങ്ങനെ ആഗ്രഹിച്ചു പോകില്ല ഇങ്ങനെ. അയ്യോ ആക്ച്വലി ഇത് നമുക്കൊരു 5 മിനിറ്റ് വീട്ടിൽ നിന്ന് മദ്രസ വരെ പോവാൻ 5 മിനിറ്റും ഇല്ല. ഇപ്പം എത്തും ഞങ്ങള്. അപ്പം എന്താ പറയാ, ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലതായി. പിന്നെ നല്ല മഴയാണ് പുറത്ത്. ഇനിയിപ്പോ പനിയും കൂടെ വന്നാല് അയ്യോ. ശരിക്കും ഇപ്പോഴത്തെ പിള്ളേര് അല്ല, ഇപ്പോഴത്തെ പിള്ളേരെ ഭാഗ്യാണ്. എല്ലാരും അങ്ങനല്ല. ഇപ്പൊ എന്ത് സംഭവത്തെങ്കിലും കോള് വരുന്നുണ്ടല്ലോ. നമ്മളിപ്പോ വീഡിയോസ് എല്ലാം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഇവരെന്തിനല്ലേ വീഡിയോ എടുത്ത് വെക്കുന്നത്. അയ്യോ, ശരിക്കും പറഞ്ഞാല് ഇവർക്ക് ആഗ്രഹം ഉണ്ടാവൂലേ ഇപ്പൊ വലുതാകുമ്പോ അവരെ വാക്സിനേഷനും അവര് ചെറുപ്പത്തിൽ എന്തൊക്കെ കുസൃതികൾ കാണിച്ച് കാണാൻ ആഗ്രഹം ഉണ്ടാവൂലേ. അപ്പൊ അതെല്ലാം എടുത്ത് വെച്ചാൽ അവർക്ക് ഭാവിയിൽ കാണാലോ അല്ലേ ചേട്ടാ? നമുക്കെല്ലാം ഇപ്പൊ ഒരു ഫോട്ടോ പോലും ഇല്ല മര്യാദക്ക് കാണാൻ വേണ്ടിട്ട്. എന്റെ ചെറുപ്പത്തിലില്ലേ ഫോട്ടോ പോലും ഇല്ല. മദ്രസയിലെത്തി. അയ്യോ അയ്യോ നെഞ്ഞടിക്കുന്ന കാറിന്റെ സൗണ്ട് നോക്കിയേ. എന്നീ സാധനത്തിന് പറയുന്നേ, അതിന്റെ സൗണ്ടില്ലേ ഹാർട്ട് അടിക്കുന്ന പോലെ ഇങ്ങനെ. ഗൈസ് അങ്ങനെ ഞങ്ങൾ മദ്രസ എത്തി. ഗൈസ്
ഇതാണ് മദ്രസ. ഇവിടെയാണ് വാക്സിനേഷൻ എടുക്കാൻ പോകുന്നത്. പക്ഷെ പോലടാ പോലെ കുഞ്ഞെ കോട എടുത്തോ, മഴയുണ്ട്. ഗേസ് അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗേസ്. യശു പൊന്നെ പാവം പൊന്നിട്ടാ എൻ്റെ ഓനുള്ളിലേക്ക് പോകാൻ നോക്കുന്നത്. ഫാൻ എടുത്തു, ഫാൻ യേശു ഫാൻ എടുത്തു, ഫാൻ എടുത്തു, ഫാൻ ഫാൻ എടുത്തു. എന്താ ഫാൻ ഫാൻ എടുത്തു നോക്കി, ഫാൻ ഫാൻ ഇടാ മോളിൽ ഫാൻ ഇല്ല ഇല്ല ഇല്ല. ടാറ്റ പറ, ടാറ്റ പറ, പോവാ നമുക്ക്. വേദനിപ്പിച്ചോണ്ട് ചാറ്റില്ല. പോവാ നമുക്ക്. ആയിടാ ആയിടാ പോവാ പോവാ. ഇതാ ഇതാ പിടിച്ചോ, ചായണ്ടാ പിടിച്ചോ. കള്ള തായിടുവോ തായിടുവോ പിടിച്ചോ. അതാ തായിട്ടു. ആ കുഞ്ഞി ആദ്യത്തെ ഇഞ്ചക്ഷനിൽ ഇതിനൊന്നും അറിഞ്ഞില്ലേ. രണ്ടാമത്തത് കുറച്ച് പെയിനായി പക്ഷെ ഇപ്പൊ അറിയൂല, പിന്നെ ആയിരിക്കൂല അതിന്റെ പെയിൻ അറിയുന്നേ. അയ്യോ ചെറിയ കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ട്. കുഞ്ഞു നമുക്ക് അടിക്കണം പോടാ പിന്നെ നമുക്ക്. കളയുന്ന ഇതാ പിടിച്ചതാ കയറ്റൂടാ. അമ്മ കുഞ്ഞല്ലേടാ. പോയി ആരോ ദിവസം ഉണ്ടാക്കുന്നേ. എന്റെ പോകുമ്പോ അമ്പനായി മോൻ, എന്റെ പോകുമ്പോ അമ്പനായി എന്റെ ആദ്യത്തിന് ദുബോയ്. പിടിച്ചിട്ട് ആരുമ്മ പോന്നേ, ആരുടെ കുഞ്ഞാല് പോന്നേ.
എന്തായാലും പേടിച്ചത്ര ഒരു ഇത് വേഗം കഴിഞ്ഞു. പിന്നെ കരച്ചിൽ നിർത്തുന്നുണ്ട്. എന്ത് പൊന്നെ കരച്ചിൽ നിർത്തുന്നുണ്ടായിട്ടാ? എന്താടാ പപ്പല് വണ്ടി ഓടിക്കുന്ന? അപ്പം ഇപ്രാവശ്യം വലിയ കുഴപ്പമുണ്ടായിട്ടില്ല, ചെറിയ ഒരു ഇത് മാത്രം. ഇനിയിപ്പം പെയിൻ എടുക്കും കുറച്ച് കഴിഞ്ഞിട്ട്. പെയിൻ എടുക്കും, പനി വരും തോന്നുന്നു. സാധാരണ വരലുണ്ടല്ലോ, മരുന്ന് വന്നിട്ടുണ്ട്. നമ്മളെത്തിയല്ലോ, വീട്ടിലെത്തിയല്ലോ. വെയിറ്റ് ചെയ്യുന്നു. വാക്സിനേഷൻ വിശേഷങ്ങൾ പറയുന്നുണ്ട്. പാവയാഷ് മരുന്ന് കുടിച്ചു പമ്പൻ. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ വിചാരിച്ചു യാഷ്മോൻ ഇഞ്ചക്ഷനിൽ എടുത്ത് കഴിഞ്ഞിട്ട് അന്നേരം കുറച്ചു നേരം എന്താ കിടന്ന് ഉറങ്ങുന്നല്ലോ. ഇവനോടെ കുരുത്തക്കേടാക്കുന്നുണ്ട് ഗൈസ്. വരുന്നുണ്ട് സൗണ്ടിലാക്കുന്നുണ്ട് ഗൈസ്. എന്തത് പുതിയ സൗണ്ടാ? ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ മുതലല്ല ഉച്ചയ്ക്ക് ശേഷം ചിന്നിങ്ങനെ മഴ പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. കുഞ്ഞിൻ്റെ ഡ്രസ്സും കുറച്ച് തുണിയെല്ലാം ഉണ്ടായിന് ആറിയിടാൻ. ആര് ഇവിടെ ഇല്ല, ആരെയില്ലേ, അമ്മയില്ലേ ഉള്ളിൽ. അപ്പോൾ യാഷുമോൻ്റെ കുറേ നേരം പിന്നെ വന്നതിന് ശേഷം ഉറങ്ങിയിട്ടൊന്നുമില്ല, കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് ഉറങ്ങിയ. ആ സമയത്താണ് ചിന്നു അലക്കാനും എന്താ പറയുക വീണ്ടും അലക്കാൻ നിന്നു ചിന്നു. അപ്പോൾ എന്താ ഇതാടാ ഫ്ലക്സ്, ഇത് ഞങ്ങളുടെ സിനിമയുടെ ഫ്ലക്സ് കേട്ടാ. അപ്പം ഇന്നത്തെ ഈ ഒരു എന്താ പറയുക പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇപ്പോൾ കുറേ നേരം ഞാൻ പറഞ്ഞില്ല. അപ്പം നോക്കട്ടെ, ഇനിയിപ്പം എന്നും പ്ലാൻ ചെയ്യും നമ്മൾ, പക്ഷെ എവിടെയും പോകുന്നില്ല. എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ പോയിട്ട് പറയും. പിന്നെ ചിന്നു എന്തെങ്കിലും തിരക്കിലാവും, പിന്നെ അത് അങ്ങനെ വിടും. അങ്ങനെ അപ്പം അങ്ങനെ അയ്യോ. അപ്പം ചിന്നുവിൻ്റെ എന്താ അലക്കലും ആറിയിടലും നടക്കട്ടെ. ആശുക്കുഞ്ഞെണീറ്റു. അറിയില്ല കാര്യം എഴുതുന്നുണ്ടോ? ആശു ചേച്ചി വന്നിനെ കളിപ്പിക്കാൻ, ചേച്ചി വന്നിനെ കളിപ്പിക്കാൻ. എന്റെ ഇല്ലടാ ഇല്ല ചേച്ചി ചേച്ചി എന്റെ അമ്മ കളിപ്പിക്കുന്ന യാഷിനെ. ഹലോ ഗൈസ്, നമ്മൾ വൈകുന്നേരം പുറത്തോട്ട് ഇറങ്ങാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സന്ധ്യാസമയമായി അല്ലേ യാഷൂട്ടാ? എന്തായാലും ഒന്ന് പറഞ്ഞല്ല, അപ്പോൾ യാഷൂട്ടിനെ കാണിക്കാന്ന് വിചാരിച്ചു. തോണി കാണിച്ചാക്കുന്ന തോണിണ്ടാ പോന്നെ, തോണിണ്ടാ. ഹേ ഗായ്സ്, നമ്മുടെ കൊച്ചു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുവരേക്കും ബൈ.